ബൈബിളിലൊരു വചനമുണ്ട്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തെ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ചാടി കടലിൽ പോകുമെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മർക്കോസ് 11:23. എൻ്റെ സുഹൃത്തുണ്ട് ബാബുച്ചായൻ വളരെ സമ്പന്നനാണ്. ഈ പൈസ ഉണ്ടാക്കിയത് ആരുടെയും പിടിച്ചു പറിച്ചതോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചതൊന്നുമല്ല. വളരെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണ്. അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. എനിക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, വഴിമുട്ടി നിൽക്കുമ്പോൾ ജീവിതം ഞാൻ മനസ്സുരുകി പ്രാർത്ഥിക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് അദ്ദേഹം മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. കർത്താവ് എനിക്കത് കൊണ്ടുത്തരും. അങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കിയതും ജീവിതത്തിൻ്റെ സർവ്വ സൗഭാഗ്യം ഉണ്ടാക്കിയതും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയതൊക്കെ അങ്ങനെയാണെന്ന് ബാബുച്ചായൻ പറയാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും, ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് വലിയ തട്ടീരാണ്. ഞാൻ പല കാര്യങ്ങളും പല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. അമ്പലങ്ങളിലും പള്ളിയിലുമൊക്കെ നേർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥനകൾ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ തട്ടിപ്പാണെന്ന് പലരും പ്രാർത്ഥനയെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ ഈ ബാബുച്ചാൻ്റെ കാര്യം പറഞ്ഞത്, അദ്ദേഹം ഈ പ്രാർത്ഥന നടത്തുമ്പോഴേ അല്ലെങ്കിൽ കർത്താവിനോട് കാര്യങ്ങൾ പറയുമ്പോഴേ അന്ധമായിട്ട് വിശ്വസിച്ചാണ് പറയുന്നത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിൽ കണ്ടിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്നും അത് കർത്താവ് പരിഹരിച്ചുവെന്നും എനിക്ക് ആഗ്രഹങ്ങൾ നേടിത്തന്നുവെന്നും ഒക്കെ അദ്ദേഹം അങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസത്തിൻ്റെ ഇടയിൽ ഒരു സംശയമൊന്നുമില്ല. ഇനി നടക്കുമോ, എനിക്ക് കഴിവുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് കർത്താവ് തരുമോ, ഈശ്വരനുണ്ടോ എന്നതൊക്കെയുള്ള സംശയങ്ങളൊന്നും ഇല്ലാതെ മനസ്സുരുകി പ്രാർത്ഥിച്ച് നടക്കുമെന്ന് വിശ്വസിച്ചാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്.